ഹേ ഗായ്സ്, അപ്പോൾ നമുക്കൊന്ന് വോട്ട് ചെയ്യാൻ പോയാലോ? അപ്പോൾ വോട്ടിൻ്റെ വിശേഷങ്ങളും പിന്നെ വോട്ടനുബന്ധിച്ചുണ്ടായ ലീവിൽ പിന്നെ താത്താൻ്റെ കുട്ടികളും പിന്നെ കസിനെല്ലാം നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു ബ്ലോഗിലുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ വോട്ട് ചെയ്യാൻ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ അടുത്തുള്ള സ്കൂളിൽ തന്നെയാണ് എനിക്ക് വോട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അവിടെ തന്നെയാണ് കേട്ടോ വോട്ടുള്ളത്. അപ്പോൾ കസിൻ്റെ കൂടെയാണ് കേട്ടോ ഞാൻ പോകുന്നത്. അപ്പോൾ പോകാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളൊക്കെ വോട്ട് ചെയ്തോ? നിങ്ങൾ അവിടെ ആരാ ജയിച്ചത്? അതിനെ പറ്റിയുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കണേ. ഇപ്പോൾ അടുത്തായിട്ട് ഒരു ന്യൂസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, വോട്ട് ചെയ്യാൻ പറ്റാതെ സ്റ്റെപ്സ് കാരണം വോട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ഭിന്നശേഷിക്കാരി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ പോകുന്ന സ്കൂളിൽ വീൽ ചെയറൊക്കെ കയറ്റാൻ പറ്റും കേട്ടോ. സ്റ്റെപ്പിന് പുറമെ നമുക്ക് അവിടെ അതിനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഞാൻ കുറേ വീഡിയോ ഈ ഒരു സ്കൂളിൽ പോയതായിട്ട് ഇട്ടിട്ടുണ്ട്, കുറേ ഓണാഘോഷം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ഒരു സ്കൂളിൽ തന്നെയാണ് കേട്ടോ നമുക്ക് വോട്ട് ഉള്ളത്. അപ്പോൾ നമ്മൾ വോട്ട് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് എന്നല്ലേ. നീളത്തിൽ തന്നെ മഷി വരച്ച് തന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ ഒരു പരിപാടി തീരെ ഇഷ്ടമല്ല. മീൻസ് ചെറിയ വരയൊക്കെ വരച്ചാൽ പോരെ, ഇങ്ങനെ വലിയ വരയൊക്കെ വരച്ച് തരേണ്ട ആവശ്യമുണ്ടോ? പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞാൻ എൻ്റെ കസിൻ്റെ കൂടെ ഞങ്ങളൊന്ന് ചായ കുടിക്കാൻ പോയി. അടുത്തുള്ളൊരു ടീ വാലി എന്ന് പറഞ്ഞിട്ടൊരു സ്പോട്ടുണ്ട്, അവിടെയാണ് ഞങ്ങൾ പോയത് കേട്ടോ. അപ്പോൾ ഒരു ബ്രെഡ് സാൻഡ്വിച്ചും പിന്നെ ചിക്കൻ പൊക്കവടയായിരുന്നു കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ചായയും കുടിച്ചു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ താത്താൻ്റെ കുട്ടികൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസമാണ് കേട്ടോ. പിറ്റേ ദിവസം ഞങ്ങൾ അടുത്തുള്ള ഒരു തോട്ടിലേക്ക് പോയി വെറുതെ അതിൽ കളിക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതും വീടിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. പക്ഷേ നല്ല വ്യൂ ഉള്ളൊരു സ്പോട്ടാണ് കേട്ടോ. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഇപ്രാവശ്യം വെള്ളം കുറച്ച് കുറവായിരുന്നു, എന്നും പോകുമ്പോൾ ഇതിലേറെ കുറച്ചുകൂടെ വെള്ളം ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും ബൈ.